നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2030 ഫിഫ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് ആ ടൂർണമെൻറ്റിൻ്റെ 100ാം വാർഷികമാണ്. അപ്പോൾ ഈ സെഞ്ച്വറി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 100ാം ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഫിഫ വേൾഡ് കപ്പ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുക, 64 ടീമുകളെ കളിപ്പിക്കുക, ഇങ്ങനൊരു പ്രപ്പോസൽ ഫിഫയുടെ മുമ്പിലേക്ക് വരുന്നു. അത് വളരെ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്യും, റിവ്യൂ ചെയ്യുമെന്ന് ഇപ്പോൾ ഫിഫയുടെ പ്രസിഡൻറ്റ് തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ 64 ടീമുകളുള്ള ബൃഹത്തായ വേൾഡ് കപ്പ്. നിലവിൽ നമുക്കറിയാം 32 ടീമുകളുടെ വേൾഡ് കപ്പ് എന്നുള്ളത് അവസാനിപ്പിച്ചിട്ട് 48 ടീമുകളുടെ വേൾഡ് കപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത വേൾഡ് കപ്പ് മുതൽ 48 ടീമുകളായിരിക്കും ഉണ്ടാവുക. USA-യിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ടാണ് അടുത്ത വേൾഡ് കപ്പ്. അതിനുശേഷം 2030 വേൾഡ് കപ്പ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്കാണ്. അതേസമയം അവരെ കൂടാതെ അർജൻറ്റീന, പരാഗ്വയ്, ഉറുഗ്വായ് ടീമുകൾക്ക് രാജ്യങ്ങൾക്ക് തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ നടത്താനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്നാണല്ലോ ടൂർണമെൻറ്റ് ആരംഭിച്ചത് എന്നുള്ളതുകൊണ്ട് 100ാം വാർഷികത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അവകാശമാണ്. അപ്പോൾ അങ്ങനെയുള്ള വേൾഡ് കപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു 64 ടീമുകളുടെ പ്രപ്പോസൽ വരുന്നത്. നോക്കാം നമുക്ക് എന്താണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട്, റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന്. റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇതാണ്: ഫിഫയുടെ മുന്നിലേക്ക് 64 ടീമുകൾ വരുന്നൊരു വേൾഡ് കപ്പ്, അതായത് ഫിഫ വേൾഡ് കപ്പ് 2030 ആ ഒരു സെൻറ്റിനറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 64 ടീമുകളുടെ വേൾഡ് കപ്പ് എന്നുള്ളൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് ഫിഫ കൗൺസിൽ മെമ്പേഴ്സിൽ ഒരാൾ മിസ്ലേനിയസ് അജണ്ട എന്ന രൂപത്തിൽ കഴിഞ്ഞ ഫിഫ കൗൺസിൽ മീറ്റിങ്ങിൽ, മാർച്ച് 5 നടന്ന ഫിഫ കൗൺസിൽ മീറ്റിങ്ങിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രപ്പോസലായിരുന്നു. ഈ ഐഡിയ ഇപ്പം ഫിഫ അക്നോളജ് ചെയ്തിട്ടുണ്ട്. സാധാരണ കൗൺസിൽ മെമ്പേഴ്സ് ആരെങ്കിലും ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ ഫിഫ അത് സ്വീകരിച്ച് വേണ്ട ചർച്ചകളും റിവ്യൂ ഒക്കെ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഫിഫ അക്നോളജ് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു വാദം അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ സ്റ്റണ്ട് സൈലൻസോടുകൂടിയാണ് പാർട്ടിസിപ്പൻസ് അതൊക്കെ കേട്ടിരുന്നത്. എന്നാൽ ഫിഫ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ ഫൈനാൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായ രൂപത്തിലുള്ള ചർച്ചകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി റിപ്പോർട്ടുകൾ വരുന്നു. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ ഈ വിഷയവുമായി പറഞ്ഞത്, ഇൻഫാൻറ്റിനോ ഇതിൽ ഈ പ്രപ്പോസൽ അക്നോളജ് ചെയ്തിട്ടുണ്ട്, മോർ ക്ലോസ്ലി ഇത് റിവ്യൂ ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടാണ് എടുത്തതെന്ന് കൂടി ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് 48 രാജ്യങ്ങളുടെ വേൾഡ് കപ്പാണ്. അതിൽ തർക്കവും സംശയവും ഒന്നുമില്ല. 2030 64 ആയേക്കാം, ഒരു ഉറപ്പുമില്ല. ഒരു പ്രപ്പോസൽ അങ്ങ് വെച്ചിട്ടേ ഉള്ളൂ. ഫിഫ ആ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞിട്ടില്ല, അത് പരിഗണിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. 64 ടീമുകളുടെ വേൾഡ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ എത്ര സമയമെടുക്കും, എത്ര രാജ്യങ്ങൾക്ക് അവസരം കിട്ടും? അങ്ങനെ വന്നാൽ നമ്മുടെ ഇന്ത്യക്ക് കളിക്കാൻ പറ്റുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.